ഹലോ വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞാനിതാ എൻ്റെ വീട്ടിലേക്ക് കുറ്റിയും പറിച്ച് പോവുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പാർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സിൽ എൻ്റെ പേരിൽ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അക്ഷയെ കൊടുത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാനിതാ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ടൗണൊക്കെ ഫുള്ള് ബ്ലോക്ക് ചെയ്യുന്നു. കുറേ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കിട്ടിയ ബസ്സിൽ ചാടിക്കേറി ഞാനതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു. അങ്ങനെ ഞാനിതാ മഴയൊക്കെ ആസ്വദിച്ചിതാ നമ്മളെ ബസ്സിലെ സൈഡ് സീറ്റിലിരുന്ന് അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയ സമയത്ത് വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേഗം തന്നെ കിടന്നുറങ്ങി. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഉള്ള കാര്യങ്ങളൊന്നും വേഗം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളെ മഴയൊക്കെ തോർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാവ് നല്ലൊരു കോമഡി ഹിസ്റ്ററി ഉള്ളൊരു മാവാണ് കേട്ടോ. നമ്മളെ മുമ്പത്തെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 മാസം കൊണ്ട് മാങ്ങ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു മാവായിരുന്നു കേട്ടോ ഇത്. പക്ഷേ ഈ ഒരു മാവിൻ്റെ തൈ നമ്മൾ വെച്ച് ഏകദേശം 7 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഇതിൽ സത്യം പറഞ്ഞാൽ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് എന്താ പറയുക, എന്നും നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ അതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുള്ള ചാമ്പക്കേൻ്റെ മരമാണ്. ഇത് നമ്മളെന്താ പറയുക, ചാമ്പക്കേൻ്റെ കുരു വെറുതെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു മരമാണ് കേട്ടോ. ഇതിൽ ഇപ്പം ഈ ഒരു 2-3 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ചാമ്പക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ചാമ്പക്കി മാങ്ങയൊക്കെ ഉണ്ടായ സമയത്ത് ഇതൊന്നും കഴിക്കാൻ വീട്ടിൽ ആരുമില്ല എന്നുള്ളതാണ് സത്യം. കാരണം എല്ലാവരും കല്യാണം കഴിച്ചു പോയി, പിന്നെ ബ്രദേഴ്സൊക്കെ ഗൾഫിൽ പോയി. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് വീട്ടിൽ ആരും ഇല്ലാത്തൊരവസ്ഥയായി പോയി. അങ്ങനെ ഞാനിതാ രാവിലെ തന്നെ ഫ്രഷായി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ നേരത്തെ തന്നെ അക്ഷയയിൽ പോവണം. ഇപ്പം നമ്മൾ അലോട്ട്മെൻറ്റിൻ്റെ ഒക്കെ ടൈം ആയതുകൊണ്ട് അക്ഷയയിലൊക്കെ നല്ല തിരക്കായിരിക്കില്ല. അപ്പം നേരത്തെ പോയി അക്ഷയയിൽ നിൽക്കണം. എന്നിട്ട് വേഗം നമ്മളെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയാക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അക്ഷയയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഉമ്മ ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഉമ്മയ്ക്ക് ഒന്ന് ഡോക്ടറെ കാണിക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മയും കൂടി ഒന്ന് കൊടുവള്ളി വരെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങളത് ആ സാധനങ്ങളൊക്കെ വാങ്ങി ഡോക്ടറൊക്കെ കാണിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് ഇനി കുറച്ച് പരിപാടികളുണ്ട് അടുക്കളയിൽ. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ കെറ്റിലിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വെച്ച് പോയിട്ടുണ്ടായിരുന്ന കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ചോറും ഞാനൊന്ന് തിളപ്പിക്കാമെന്ന് വെച്ചു. കാരണം ഇപ്പോൾ നല്ല മഴയല്ലേ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചൂടോടെ കഴിക്കുന്നതാണല്ലോ നല്ലത്. അപ്പം ഞാനെല്ലാം ഒന്ന് തിളപ്പിച്ച് എടുക്കുവാണ്. അപ്പോൾ നമ്മൾ കറി ഇതാ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറ് ഇവിടെ ചൂടായിട്ടേ ഉള്ളൂ. നമ്മളെ കെറ്റിലെ വെള്ളം ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനത് നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മളെ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളം വേഗം നമ്മൾ കുടിക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കെറ്റിലും കൂടി വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് വെള്ളം ഫ്ലാസ്കിലേക്കും കൂടി വെക്കുകയാണെന്ന് വിചാരിച്ചത്. കാരണം ഉമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഫ്ലാസ്കിൽ വെള്ളം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കുറച്ചും കൂടെ വെള്ളം എടുത്തിട്ട് വീണ്ടും കെറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി തിളച്ചിട്ട് ഞാനിത് അത് ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി ഇവിടെ എത്തിയിട്ടുണ്ട്. കറിയും വെള്ളവും സെറ്റായി. ഇനി ചോറ് തിളച്ചിട്ട് അതൊന്ന് ഊറ്റി വെക്കണം. അങ്ങനെ കറി ഇതാ നമ്മളെ ഗ്യാസിൽ കിടന്നിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. തിളച്ചിട്ടില്ല, വരുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളെ പണി ഇതവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ വേഗം തന്നെ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം നേരെ വരുന്ന കിണറിലേക്കാണ് കേട്ടോ. നമ്മൾ കിണറിലേക്ക് പൈപ്പ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഞാൻ മുമ്പ് ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വെള്ളം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മോട്ടറൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി ഇന്നലത്തെ പോലെ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ട് വൈകുന്നേരം തന്നെ വേഗം ഞാൻ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത് കെറ്റിൽ നിറച്ച് തിളച്ച വെള്ളം കൂടി ഞാനിതാ ഫ്ലാസ്കിൽ ഒഴിച്ച് ബാക്കിയുള്ളത് ഇപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് പോയ സമയത്ത് 2 മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 കുറച്ചധികം മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 മാങ്ങ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചെത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ മാങ്ങയൊക്കെ ക്ലീനാക്കി കട്ട് ചെയ്ത് പിന്നെ മാങ്ങയും വെള്ളമൊക്കെ ഞാനും ഉമ്മയും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ക്ലാസ്സിന് ഇരുന്ന് ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എനിക്ക് എന്താ പറയുക ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇപ്പോഴായാലും എനിക്ക് എന്താണെന്നറിയില്ല, വേഗം ബുക്ക് കാണുമ്പോഴേക്ക് എന്നെ ഉറക്കം വരും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചോറൊക്കെ ഞാൻ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളെ കിച്ചണാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കിച്ചൺ എന്ന് പറയുന്നത് അങ്ങനെ നമ്മളെ മാങ്ങയും വെള്ളമൊക്കെ കഴിച്ച് ഞാനിതാ ക്ലാസ്സിന് ഇരുന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലെങ്കിൽ ക്ലാസ് തീരാറായപ്പോഴേക്ക് എന്നെ ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ബുക്ക് കാണുമ്പോഴേക്ക് ഉറക്കം വരുന്നൊരു സ്ഥിതിയാണ് കേട്ടോ. അപ്പം അങ്ങനെ എന്തായാലും ഞാൻ ക്ലാസ് കഴിഞ്ഞ പാടന്നെ പിന്നെ വേഗം പോയിട്ട് ഉറങ്ങാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി അടുത്ത ദിവസം പോയിട്ട് വേഗം അക്ഷയയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനത്തെ പ്രാന്തുള്ള ആരെങ്കിലും ഉണ്ടോ ഈ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കുറയ്ക്കാൻ എടുക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ചിപ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ കുറച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇനി ഉറങ്ങുവാണ്. അങ്ങനെ ഞാനിതാ ലൈറ്റൊക്കെ ഓഫാക്കി അങ്ങനെ ഇനി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇനി നമ്മൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതാ പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോഴേക്ക് എൻ്റെ ഉമ്മ വേഗം തന്നെ ഡ്യൂട്ടിക്ക് പോവുകയാണ്. അങ്ങനെ ഉമ്മ പോകുമ്പോൾ ഉപ്പ കറി വെക്കാനൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ്, നീ ഉപ്പ എന്തെങ്കിലും കൊണ്ടുവന്നാൽ കറി വെക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ ഉപ്പ വരുന്നത് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പത്തിരിയും ചോറൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഉപ്പ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉപ്പ വരുന്ന സമയത്ത് പൂളയും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ കപ്പയ്ക്ക് ഇവിടെ പറയുക പൂള എന്നാണ് കേട്ടോ. അപ്പോൾ പൂള കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മീൻ. പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരു സാധനം കൂടി ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഞാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാറുണ്ട് കേട്ടോ. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. എനിക്ക് ഈ ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ ഈ ഒരു സാധനം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറ് തിന്നതിന് എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് പാൽ കേക്കാണിത്. പാൽ കേക്കിൻ്റെ മിനി വേർഷനാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ചോറും ചായയും ഒന്നും കഴിക്കാൻ നിൽക്കുന്നില്ല. അതിന് മുമ്പ് തന്നെ അത് കണ്ടപാടൊക്കെ ഒതുക്കി ഞാൻ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതും കഴിച്ച് അങ്ങനെ ഇനി പൂള കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഞാൻ കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പൂളയും കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കുക. അപ്പോൾ പൂള കുക്കായി വരുമ്പോഴേക്ക് നമ്മളെ കറിക്കുള്ള സാധനങ്ങളൊക്കെ അരിയാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതാ പൂളൻ്റെ ക്ലീനാക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂള അവിടെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പൂള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കാകുമ്പോഴേക്ക് നമ്മളെ കറിയിലേക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് മീനെടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചോറ് പിന്നെ രാവിലെ അമ്മ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ നമ്മളെ പൂളയൊക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി ഇനി 2-3 തവണ കഴുകിയതിന് ശേഷമാണ് കേട്ടോ അതിലത്തെ ചളിയൊക്കെ പോയത്. അങ്ങനെ അത് കഴുകി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പൂള എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എൻ്റെ ഒരു കൊതിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുകയാണ് ഈ പൂള എന്ന് പറയുന്നത്. കാരണം ഉമ്മ രാവിലെ ഓൾറെഡി പോകുമ്പോൾ പത്തിരി ഉണ്ടാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പൂള ഉണ്ടാക്കി ഇത് കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പത്തിരി അവിടെ ബാലൻസ് വരും. അപ്പോൾ പത്തിരി ബാലൻസ് വന്നു കഴിഞ്ഞാൽ അമ്മനോട് ചീത്ത കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ കൊതുക്കി കുറച്ച് പൂള മാത്രം എടുത്തിട്ട് കുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുക്കായി വരുമ്പോഴേക്ക് ഞാനിതാ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കറി വെക്കാനുള്ള. അപ്പോൾ ഞാനിവിടെ നമ്മളെ വലിയ ഉള്ളി എടുത്തിട്ടില്ല കേട്ടോ. നമ്മളെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചെറിയ ഉള്ളി എടുത്ത് തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതാ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ഉള്ളി മുറിച്ചെടുക്കാനുള്ള മടി കൊണ്ട് ഞാനിതാ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളെ ഒരു പാത്രത്തിലിട്ടിട്ട് ഞാനിങ്ങനെ ഉടച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ കുത്തി ഉടയ്ക്കുന്ന സാധനമല്ലേ, അതിനെന്താ പറയുക, ആ സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് സാധനം കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അത് വെച്ചിട്ട് ഞാനിങ്ങനെ കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഞാൻ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കറിയൊക്കെ കുക്കായി വരുമ്പോഴേക്ക് ഇതൊന്ന് മസാല നന്നായിട്ട് പിടിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മത്തി മുറിച്ച സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ പഞ്ഞീന് എന്ന് പറയും കേട്ടോ. ഇതിന് ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ മസാല തേച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മീനതാ അവിടെ മസാല തേച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മസാല തേച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് വന്നപ്പോഴേക്ക് പൂളത് അവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പൂള നന്നായിട്ടൊന്ന് കുറച്ചും കൂടെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ അത് ഊറ്റി വെക്കാമെന്നാണ് വിചാരിക്കണത്.
അപ്പോഴേക്കിത് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കുത്തിയെടുത്തിട്ടുള്ള ആ ഒരു സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇത് നന്നായിട്ട് വഴറ്റി വന്നിട്ട് വേണം നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാൻ. എനിക്കിങ്ങനെ ഈ വെജിറ്റബിൾസ് ഒന്നും കറികളിൽ ഇങ്ങനെ വേവാതെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് അതിലിങ്ങനെ മിക്സായി ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് നിൽക്കണം കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വേവിച്ചിട്ട് അതിലിങ്ങനെ നമുക്ക് എന്താ തക്കാളി ഉള്ളിയൊന്നും ഇങ്ങനെ കയ്യിലിങ്ങനെ എടുക്കാൻ കിട്ടാത്ത രീതിയിലാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കറി വെക്കുക. കാരണം അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ എടുത്ത് സൈഡിൽ വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ പെറുക്കാൻ കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഉടച്ചിട്ടാണ് കേട്ടോ കറി വെക്കുക. അപ്പോൾ നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് ഇതാ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഉടച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുക്കാവാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇത് അടച്ച് വെച്ച് കുക്കാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ പൂളത് അവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മളെ പൂളത് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഊറ്റി വെക്കാന്ന് പറഞ്ഞാൽ അതങ്ങനെ വെള്ളം വാരാൻ വേണ്ടി എടുക്കില്ല, അതാണ് കേട്ടോ സംഭവം. അങ്ങനെ നമ്മളിതാ നമ്മളെ കറിൻ്റെ ബാക്കി പരിപാടികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മളെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിതാ തവി വെച്ചിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പെറുക്കാൻ കിട്ടരുത് തക്കാളി ഉള്ളി, അതാണ് കേട്ടോ എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വെജിറ്റബിൾസിലേക്ക് മസാലയൊക്കെ ഇട്ട് നമ്മളെ ചുടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതാ നമ്മളെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുവാണ്. അങ്ങനെ പിന്നെ പാത്രങ്ങൾ കഴുകി വന്നപ്പോഴേക്ക് നമ്മളെ പൂളയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് കടുകിട്ട് വറവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഉച്ചയ്ക്ക് ചോറിനും കൂട്ടാം, പിന്നെ ഇപ്പോൾ പത്തിരിൻ്റെ കൂടെ കുറച്ച് എനിക്കൊരു കൊതുക്കി കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. കുറച്ച് പൂള എടുത്തിട്ടുള്ളൂ, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ. അങ്ങനെ അതാ പൂള അവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളെ കറി ഇതവിടെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വന്നപ്പോൾ ഞാനിത് അതിന് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കിയിട്ട് ഞാനിത് നമ്മളെ മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ ഒരു സ്ലോ ഫ്ലെയിമിലൊന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. അപ്പോഴേക്ക് ഞാനത് നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുവാണ്. കൗണ്ടർ ടോപ്പിൽ മുഴുവൻ നമ്മൾ വെജിറ്റബിൾസും മീനൊക്കെ കട്ടാക്കിയിട്ടേ ഫുള്ള് വൃത്തികേടായി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുവാണ്. അങ്ങനെ പിന്നെ കൗണ്ടർ ടോപ്പ് ക്ലീനാക്കി വന്നപ്പോഴേക്ക് നമ്മളെ മീൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ കറി ഇവിടെ ഫ്ലെയിം ഓഫാക്കി എടുത്ത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി നല്ല മീനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് നമ്മളെ മീൻ കറി. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ പൂള അവിടെ ഞാൻ കടുകിട്ട് വറുത്തിട്ടുണ്ട്. കടുകിട്ട് വറവ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കടുകില്ല എന്നുള്ള സത്യം മനസ്സിലായത്. അപ്പോൾ ഞാൻ വെറും കറിവേപ്പില മാത്രം ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് വറവിട്ടിട്ട് പൂള അവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പൂളയും കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഞങ്ങൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് എത്രയോ വർഷങ്ങളായിട്ട് വീട്ടിലുള്ള ഒരു ചട്ടിയാണ് കേട്ടോ ഇത്, ചീനച്ചട്ടി. അപ്പോൾ അതാണ് അതിൻ്റെ ലുക്ക് അങ്ങനെ കേട്ടോ. കാരണം യൂസ് ചെയ്ത് അങ്ങനെ കരി പിടിച്ചു പോയതാണ് പാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മിക്ക വീടുകളിലും അങ്ങനെ ഒരു ചട്ടി ഉണ്ടാവും, നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യണേ. അങ്ങനത്തെ ഒരു ചട്ടിയാണ് കേട്ടോ ഇവിടുത്തെ. അതാണ് അതിൻ്റെ ലുക്ക് അങ്ങനെ കേട്ടോ. അങ്ങനെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു, കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു, ക്ലീനിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഞാനിതാ ഇനി നമ്മളെ കിച്ചണൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മീൻ ഇതവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒട്ടും നമ്മൾ കറിവേപ്പില ഇട്ടുകൊണ്ട് തന്നെ അടിയിൽ ഒട്ടും പിടിക്കാതെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ കറിവേപ്പില ഇടാണ്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ അടിയിൽ പിടിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മളെ മീൻ ഫ്രൈ ചെയ്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പഞ്ഞിമീൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുക്കള ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാനാണ് പ്ലാന്. അങ്ങനെ നമ്മൾ മീൻ ഇതാ അവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ ഫ്രഷ് ആവാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആലോചിച്ചത് എനിക്ക് ഇക്കനെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്
ബാഗൊന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാനിതാ വേഗം തന്നെ ബാഗൊക്കെ റെഡിയാക്കി വെക്കുവാണ്. ഞാൻ ഇട്ട് വന്നിട്ടുണ്ടായിരുന്ന എൻ്റെ യൂണിഫോമൊക്കെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സും ബുക്കൊക്കെ ഒന്ന് റെഡി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ബാഗ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ റൂം ഒന്ന് അടിച്ചു വാരി തുടച്ചിടാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഈ റൂം നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല. ബ്രദേഴ്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ വരുമ്പോൾ മാത്രമാണ് ഈ റൂം ഒന്ന് തുറക്കുന്നത് തന്നെ. ഉമ്മയും ഇപ്പോൾ ഈ റൂം അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതൊന്ന് ക്ലീൻ ആക്കിയിടുക. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഏതായാലും പോവല്ലേ, ഇനി എൻ്റെ സിസ്റ്റേഴ്സ് ആരെങ്കിലും വരുമ്പോഴേ ഇത് തുറക്കുള്ളൂ. അപ്പം ബ്രദേഴ്സ് ഇവിടെ നാട്ടിലും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഈ റൂം ഇനി തുറക്കലേ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പോകുമ്പോൾ ഒന്ന് റൂം ക്ലീൻ ആക്കിയിട്ടിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാനിതാ വേഗം തന്നെ റൂമൊന്ന് അടിച്ചു വാരി തുടച്ചിടുകയാണ്. അങ്ങനെ റൂം ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പോയി ഫ്രഷായി വന്നപ്പോഴേക്ക് ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം അന്ന് മീൻ കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ കറിയൊക്കെ വെച്ച് പണികളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോഴേക്ക് സമയം കുറച്ച് അധികമായിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാനിതാ നമ്മളെ പത്തിരിയും പൂളയും പഞ്ഞിമീനും ഒക്കെ കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നല്ല കുശാലായിട്ട് കഴിച്ചു. പിന്നെ ഞാൻ എന്തായാലും ഒന്ന് വൈകിട്ട് തിരിച്ച് ഇക്കൻ്റെ വീട്ടിലേക്ക് പോകല്ലേ, അപ്പോൾ കുറച്ചും കൂടെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പോയിട്ട് കിടന്നുറങ്ങി. അങ്ങനെ പിന്നെ വൈകിട്ട് ഇക്കൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.